ഭാവി രാഷ്ട്രീയത്തിന്റെ സർഗാത്മക സംവാദവേദിയായി നിയമസഭാ പുസ്തകോത്സവത്തിലെ രണ്ടാം ദിനം. ജോൺ ബ്രിട്ടാസ് എം പി മോഡറേറ്ററായ സംവാദത്തിൽ എം വി ഗോവിന്ദനും രമേശ് ചെന്നിത്തലയും പി കെ കൃഷ്ണദാസും പങ്കെടുത്തു. ജോൺ ബ്രിട്ടാസ് എം പിയുടെ ഈ വാക്കുകളിലുണ്ട് സംവാദത്തിന്റെ കാതൽ. അതിന് ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കറെ അഭിനന്ദിക്കുകയാണ്. കേരളത്തിന് വെളിയിൽ ഇതുപോലുള്ളൊരു സംവാദം സാധ്യമാവുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയും സാധ്യമല്ല എന്നുള്ളത്. അതുതന്നെയാണ് കേരളത്തെ ഇപ്പോൾ തമിഴ്നാട്ടിൽ കർണാടകയിൽ ഇങ്ങനെ ഇരുന്ന ആൾക്കാർ സംസാരിക്കുമോ? വളരെ ബുദ്ധിമുട്ടാണ്. രാഷ്ട്രീയ നിലപാടിൽ കാർക്കശ്യം വിട്ടുപോകാതെ സംവാദത്തിന്റെ പാരസ്പര്യം, കൊടുത്തും കൊണ്ടും ആശയങ്ങളുടെ പങ്കുവയ്ക്കൽ. അപ്പം ജനാധിപത്യവും മതേതരത്വവും വെല്ലുവിളികൾ നേരിടുന്നു എന്ന് മാത്രമല്ല, സൗകര്യം കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടന പോലും മാറ്റി എഴുതണം എന്നുള്ള നിലയിലേക്കാണ് പ്രവർത്തനം. ഭരണഘടനയെ മാറ്റുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഭരണഘടന ഇതേപോലെ എല്ലാ കാലത്തും തുടർന്നു പോകണമെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ അത് ഇന്നത്തേക്കാൾ ജനാധിപത്യപരവും പുരോഗമനപരവുമായിരിക്കണം. എന്നാൽ ഇവിടെ ഭരണഘടന മാറ്റണം എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അവർ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അത് മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതവുമാണ് എന്നാണ് വാദം. കോൺഗ്രസിൻ്റെ നൂറിൽ പരം ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്താ വ്യക്തമാക്കുന്നത്? ഇത് മാറ്റം ചെയ്യേണ്ടതാണെന്നുള്ളതല്ലേ? ഒച്ചപ്പാടില്ലാതെ കുറുക്കിക്കൊള്ളുന്ന മറുപടികൾ, കാണികൾക്കും ആവേശം. ചരിത്രപരമായ ഭൗതികവാദമെന്ന മാർക്സിയൻ ദർശനത്തിൻ്റെ ചരിത്ര പ്രയോഗത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി പുസ്തകരചന നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ചരിത്രകാരനാണ് ഈ ജവഹർലാൽ നെഹ്റു. ആ പുസ്തകം വായിക്കണം. വിശ്വചരിത്രാവലോകവും വായിക്കണം, ഇന്ത്യയെ കണ്ടെത്തലും വായിക്കണം. ഞാൻ ഈ രണ്ട് പുസ്തകവും വളരെ എങ്കിൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല, ഒന്നും കൂടി വായിക്കണം. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയമാണ് വിഷയം. കാമ്പുള്ള പ്രതികരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ വേദി. ഈ അടുത്ത കാലത്തായി പ്രകാശ് കാരാട്ട് വന്ന ശേഷം, സീതാറാം യെച്ചൂരിക്ക് ശേഷം വീണ്ടും നിങ്ങൾ കേരള ഘടകം കാരാട്ടുമായി ചേർന്ന് ഇന്ത്യ മുന്നണിയെ പൊളിക്കാനുള്ള ചില പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ കണ്ടു. നിങ്ങൾക്കൊരിക്കലും അത് ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണി ദഹിക്കുന്നതല്ല എന്ന് ഞങ്ങൾക്കറിയാം. കൃഷ്ണദാസ്, ഞങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിന്റെ നിലപാടനുസരിച്ച് പോകുന്ന ഒരു പാർട്ടി അല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഏതെങ്കിലും നേതാവിന്റെ പ്രത്യേകത കൊണ്ടല്ല, നിലപാടാണ് ഞങ്ങൾ മുമ്പോട്ടേക്ക് നോക്കുന്നത്. കോൺഗ്രസ് ഒന്നുകൂടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗതികേട് കൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഗതികേടല്ല, ഇന്നത്തെ സാഹചര്യം. ഈ കേരളത്തിൽ കണ്ടില്ലേ, ഞങ്ങൾ ആദ്യമായിട്ട് ഒരു സീറ്റ് ജയിച്ചു തൃശ്ശൂരിൽ. അതാർക്കാ ക്രെഡിറ്റ്? തൃശ്ശൂർ പൂരത്ത്. പക്ഷേ ഈ സുരേഷ് ഗോപി BJP ആണെന്ന് BJPക്ക് അറിയില്ല, സുരേഷ് ഗോപിക്ക് അറിയില്ല. അല്ല, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് കേവലം BJP സ്ഥാനാർത്ഥിയായിട്ടല്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ജയിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, അവിടെ ജയിച്ചതിൻ്റെ യഥാർത്ഥത്തിൽ 86,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് കുറയുകയും ക്രിസ്തീയ വിഭാഗം ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ വോട്ട് BJPക്ക് നൽകുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്, കോൺഗ്രസിൻ്റെ ചെലവിലാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.